ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് വേദികളിൽ ചുവടുവയ്ക്കുകയാണ് എറണാകുളം പറവൂർ സ്വദേശിനിയായ ദിവ്യ ജയശങ്കർ. 12 വർഷത്തിലധികമായി നൃത്തം പഠിക്കുന്ന ദിവ്യ ഇതുവരെ 100-ൽ പരം വേദികളിലാണ് നൃത്തം അവതരിപ്പിച്ചത്. ഇത് ദിവ്യ ജയശങ്കർ. പിച്ച് വെച്ച് നടക്കാൻ സാധിക്കില്ലെന്ന വൈദ്യശാസ്ത്രം വിധിയെഴുതിയ പെൺകുട്ടി. പക്ഷെ അവൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നങ്ങൾക്കൊപ്പം നടന്നു. ടിപ്പുനിടയിൽ അറബി കോളേജ് മ്യൂസിക് കണ്ണാക്കിൽ PA ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുപ്പത്തിലാണ് ഡാൻസിന് തുടങ്ങിയത്. എവിടെ കേട്ടാലും കളിക്കും, അയാളുടെ കൈയൊക്കെ കാണിച്ച് കളിക്കും. പരിമിതികളുടേതല്ല, ആഗ്രഹങ്ങളുടെ വിശാലമായ വാതിലാണ് ദിവ്യയ്ക്ക് മുന്നിൽ തുറന്നു നൽകിയത്. അതവളെ മുന്നോട്ടേക്ക് നയിച്ചു. ദിവ്യയ്ക്ക് കരുത്തു പകർന്ന മാതാപിതാക്കളായ ജയശങ്കർ നാരായണ അയ്യരും രാജേശ്വരിയും ഒപ്പം സഹോദരനും എന്നും കൂടെയുണ്ട്. ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. 7 വയസ്സ് കഴിഞ്ഞപ്പോൾ ഡാൻസ് പഠിച്ചു. 8ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടത്തി. ഏതാണ്ട് ഇപ്പോൾ 12 വർഷത്തോളമായി ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ട്. 8ാമത്തെ വയസ്സിൽ അവൾ 2 മണിക്കൂർ ഭരതനാട്യം ഒറ്റയ്ക്ക് അവതരിപ്പിച്ച് അതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് ഹോൾഡറായി. അവളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സന്തോഷത്തിന് അതിരില്ല. ഇങ്ങനെ ഒരു അവളെ കിട്ടിയ ഞങ്ങളുടെ ഭാഗ്യ. ഒതുക്കി ഇരുത്തരുത് ഇവരെ. ഇങ്ങനെ നടുവിലേക്ക് കൊണ്ടുവരണം, ജനങ്ങളുടെ നടുവിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ എല്ലാ മക്കൾക്കും സാധിക്കണം. കഠിന പരിശ്രമത്തിലൂടെ ഈ പെൺകുട്ടി തന്റെ വിദ്യയെ തിരുത്തി കുറിക്കുമ്പോൾ ദിവ്യയെപ്പോലെ സമൂഹത്തിന് മുന്നിലെത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രചോദനം കൂടിയാണ്. അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി. ദിവ്യ ജയശങ്കർ, നോക്കൂ, നമ്മുടെ ഇടയിൽ അതിജീവിച്ചു വരുന്ന എത്ര മനുഷ്യരാണല്ലേ. മനക്കരുത്തിൻ്റെ ബലത്തിൽ അവർ ലോകം കീഴടക്കുകയാണ്. നാളത്തെ ലോകം അവർക്കല്ലാതെ മറ്റാർക്കുള്ളതാണ്. ഏതായാലും അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടുമായി നിൽക്കുന്ന ആ വീട്ടുകാർക്കും നിറഞ്ഞ സ്നേഹം. ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളെ കാത്ത് വലിയ ഉയരങ്ങൾ നിൽക്കുന്നുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പും കൂടി പറയാം.